എന്താ ഇപ്പൊ നിന്റെ മനസ്സില്? എനിക്ക് അറിഞ്ഞുകൂടാ. അമൃത എന്ന കുട്ടിയുടെ പേര്. തമിഴ്നാട് ബോർഡറിലുള്ള സ്വർഗപുരം എന്ന ഗ്രാമത്തിലെ വീട്. MCAക്ക് പഠിക്കുക എവിടെ. ഇത്രയും ഡീറ്റെയിൽസ് ആ കുട്ടി പോലും അറിയാതെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അന്വേഷിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായൊരു ഉത്തരം എനിക്കില്ലമ്മ. റൊമാൻസ് ആണെങ്കിൽ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യില്ല. 2-3 ആഡേ നീ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു നിലയിലാവട്ടെ, എന്നിട്ട് മതി റൊമാൻസും കല്യാണവും. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ. എന്താ അച്ഛൻ കാണിച്ചത്? നിന്റെ അച്ഛൻ എന്നെ കെട്ടിയ ശേഷം ജോലി അന്വേഷിച്ചത്. അത് കാരണം ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഹലോ. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവനോട് ചോദിക്കട്ടെ. എന്തുപറ്റിയമ്മ? നിനക്കെങ്കിലും അറിയാമെന്ന് കരുതി. അങ്കിൾ, നന്ദിതയ്ക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നെന്നോ അവൾ ഒളിച്ചോടുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നോട് ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം മിണ്ടിയിട്ട് കൂടിയില്ല. സത്യം. നീയും നന്ദിതയും വലിയ കൂട്ടായിരുന്നില്ലേ? അപ്പോൾ നീ അറിയാതെ അവൾ എങ്ങോട്ടും പോവില്ല എന്ന് ഞങ്ങൾ സംശയിച്ചു. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോറി മോനെ. സാരമില്ല അങ്കിൾ. നന്ദിത എങ്ങോട്ടാ പോയെന്നറിയോ? അറിഞ്ഞൂടാ. പിന്നെ ഇവന് മുറിയിൽ നീ കത്ത് കിട്ടുകയായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ പോകുന്നു പ്രദീപിനെ കല്യാണം കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഈ നഗരം വിടും. ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിക്കരുത്. നന്ദിത. ആരെയാ പ്രദീപ് എന്നറിയോ? അവൻ്റെ അഡ്രസ് ഉണ്ടോ? കുറച്ചു കാലമായി അവൾ ഈ ചെറുപ്പക്കാരനുമായി ഫോണിൽ സംസാരിക്കുന്നതായിട്ടറിയാം. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. സിറ്റിയിൽ എവിടെയാണോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ജോലിയും കേട്ടിട്ട് അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് വേണ്ടത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതാ. ഇവൾക്കും അത് തന്നെയായിരുന്നു അഭിപ്രായം. പിന്നെ പിന്നെ പെട്ടെന്ന് നടത്തണമെന്നായി അവൾ. ഇനിയിപ്പോൾ അതും അവൻ്റെ നിർബന്ധമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവൾ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അവൾക്ക് ഇത്ര പക്വതയുള്ളൂന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ നഗരത്തിലെ അവളെ എവിടെ ചെന്ന് അന്വേഷിക്കുക. അങ്കിൾ സമാധാനമായിട്ടിരിക്കുക. ഞാനിപ്പോൾ വരാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ. ശ്രീയേട്ടൻ ചേച്ചിയും കൊണ്ടേ വരാവൂ.